ലോകശക്തിയായിട്ടുള്ള അമേരിക്കയുടെയും സർവ്വസന്നാഹങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് അടിക്ക് തിരിച്ചടി എന്ന ഒരൊറ്റ നയവുമായിട്ട് ഇറാൻ അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ കത്തിച്ചാമ്പലാക്കുകയാണ്. തങ്ങളെ അടക്കി ഭരിക്കാമെന്ന് മോഹിച്ചെത്തിയ US സൈന്യത്തിന് നേരെ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ച് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മിസൈൽ വർഷം തുടങ്ങിയതോടെ പശ്ചിമേഷ്യൻ മണ്ണ് യുദ്ധത്തിന്റെ തീക്കടലായിട്ട് മാറിക്കഴിഞ്ഞു. അമേരിക്കൻ സഖ്യകക്ഷികളുടെ നെഞ്ചിടിപ്പേറ്റിക്കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ തങ്ങളുടെ വിനാശകാരികളായിട്ടുള്ള ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ട് വൻ നാശനഷ്ടമാണ് വിതയ്ക്കുന്നത്. തുടർച്ചയായിട്ടുള്ള മൂന്നാം രാത്രിയും തെക്കൻ ഇറാനിലെ തീരദേശ നഗരങ്ങളിൽ അമേരിക്ക ബോംബുകൾ വർഷിച്ചപ്പോൾ അതിലും ശക്തമായിട്ടുള്ള പ്രഹരമാണ് അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് ഇറാൻ തിരികെ നൽകിയത്. അതായത് അടിക്ക് തിരിച്ചടി എന്നുള്ള ആ ഒരു കാര്യം മൂന്നാം ദിവസത്തേക്കും തുടരുകയാണ്. വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് ഈ ഒരു യുദ്ധം മാറുകയാണ് എന്നതാണ് ഒരു സാരാംശം. എന്തായാലും ഇറാന്റെ പ്രധാന ഭൂഗർഭ ആണവ കേന്ദ്രമായിട്ടുള്ള പിക്കാസ് മൗണ്ടൻ തകർക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയെ പുച്ഛിച്ചു തള്ളിക്കൊണ്ടാണ് ഇറാന്റെ IRGC തങ്ങളുടെ ആക്രമണത്തിന്റെ 4ാം ഘട്ടം പ്രഖ്യാപിച്ചത്. കുവൈറ്റിലെ അതിശക്തമായിട്ടുള്ള അലി അൽ സാലിം US സൈനിക താവളത്തിലേക്ക് ഇറാന്റെ മിസൈലുകൾ പതിച്ചതോടെ അമേരിക്കയുടെ അഭിമാനമായിട്ടുള്ള പേട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനവും ഹിമാസ് മിസൈൽ ലോഞ്ചറുകളും ഇന്ധന ടാങ്കറുകളും കത്തി അമർന്നു എന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ഒരു അതിരൂക്ഷിതമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് ആഗോള ശക്തിയായിട്ടുള്ള റഷ്യ കൂടി ഇറാന്റെ രക്ഷയ്ക്കായിട്ട് എത്തിയതോടെ അമേരിക്ക പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ്. കാരണം റഷ്യയും അമേരിക്കയെ ഈ ഒരു നോക്കി വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ്. അതേപോലെ ഈ ചൈനയും അവിടെ വരുന്നുണ്ട്, ചൈന സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു രഹസ്യമായിട്ടുള്ള പരസ്യമാണ്, അതെല്ലാവർക്കും അറിയാം. എന്തായാലും ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലായിട്ട് ഇപ്പോൾ റഷ്യ ഇറാന് ഒരു രഹസ്യ വിമാനം കൈമാറിയിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ ഈ 3 രാജ്യങ്ങളും അമേരിക്കയ്ക്കെതിരെ ഒരു വലിയൊരു ശക്തിചേരി ആകുമെന്നതിൽ വലിയൊരു ഭയം ഈ ഒരു അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രയേലിനുമുണ്ട്. എന്തായാലും ആണവ യുദ്ധത്തിന്റെ കനത്ത സാഹചര്യങ്ങളിൽ പോലും ആകാശത്തിരുന്ന് സൈന്യത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള റഷ്യയുടെ വിനാശകാരിയായിട്ടുള്ള ഡൂംസ്ഡേ കമാൻഡ് വിമാനം ടെഹ്റാനിൽ പറന്നിറങ്ങിയത് ഈ അമേരിക്ക അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. ഇനി ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്ക കൈവച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം ലോക മഹായുദ്ധമായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കടുത്ത താക്കീതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കയ്ക്ക് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ വകവെക്കാതെ ബന്ദർ അബ്ബാസിന് മുകളിലൂടെ പറന്ന US ചാവേർ ഡ്രോണായ ലൂക്കാസ് വെടിവെച്ച് ഇട്ടുകൊണ്ട് ആകാശത്തും തങ്ങൾ തന്നെയാണ് രാജാവെന്ന് ഇറാൻ തെളിയിക്കുകയാണ്. അമേരിക്കയുടെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകത്തിന്റെ ഊർജ്ജ കവാടമായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടിയതോടെ ആഗോള എണ്ണ വിപണി കത്തുകയാണ്. ഒമാനും UN ചേർന്ന് ചരക്ക് കപ്പലുകൾക്കായിട്ട് ഒരുക്കിയ ബദൽ സുരക്ഷിത പാതയെ പോലും വെല്ലുവിളിച്ച് UAEയുടെ 2 വൻകിട എണ്ണ കപ്പലുകൾക്ക് നേരെ ഇറാൻ മിസൈൽ തൊടുത്തുവിട്ടിട്ടുണ്ട്. ഈ ഒരു ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചരക്ക് നീക്കം പൂർണ്ണമായിട്ട് നിശ്ചലമാവുകയും ചെയ്തതോടെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണ വില ഒറ്റയടിക്ക് $83 കുതിച്ചുയർന്നു. ഈ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം കൂടി സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത കൂടിയാണ്. കാരണം ഈ ഒരു യുദ്ധത്തിൽ ഇപ്പോൾ ഇന്ത്യക്ക് ഒരു ആളുകൂടി, അതായത് ഒരു നാവികൻ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ വളരെ സങ്കടപരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം ഈ ഒരു യുദ്ധം നമ്മളെയും എത്രത്തോളം ബാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി പണിയെടുക്കുന്ന നാവികരാകട്ടെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന പലരും ഈ ഗൾഫ് മേഖലയിലൊക്കെ ഉള്ളവരൊക്കെ ഭീതിയിലാണ് കഴിയുന്നത്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ദാരുണമായിട്ടുള്ള വാർത്ത കൂടി വരുന്നത്. എന്തായാലും അമേരിക്കൻ ഉപരോധങ്ങളെയും ഭീഷണികളെയും പുല്ലുപോലെ കണക്കാക്കി തങ്ങൾ പറയുന്ന പാതയിലൂടെ അല്ലാതെ ഒരൊറ്റ കപ്പലും കടത്തി വിടില്ല എന്ന ഇറാന്റെ കടുത്ത നിലപാട് പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ അപ്രമാദിത്വം അവസാനിക്കുന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് നൽകുന്നത്. അമേരിക്കൻ അധിനിവേശനത്തിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന പ്രഖ്യാപനവുമായിട്ട് ഇറാൻ തുടങ്ങിയ പ്രത്യാക്രമണ പരമ്പരകൾ പശ്ചിമേഷ്യയിലെ US സൈനിക താവളങ്ങളെ അക്ഷരാർത്ഥത്തിൽ ചാരമാക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് തെക്കൻ ഇറാനിലെ തീരദേശ നഗരങ്ങളിൽ അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ നാശം വിതച്ചപ്പോൾ അതിന്റെ ഒരു 100 ഇരട്ടി പ്രഹരമാണ് അമേരിക്കൻ കമാൻഡ് സെന്ററുകൾക്ക് നേരെ ഇറാൻ തിരികെ നൽകിയത്. അടിക്ക് തിരിച്ചടി എന്ന പ്രയോഗം മാത്രം
മാത്രമാണ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയൂ. കാരണം അത്രത്തോളം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം കടുത്തിരിക്കുന്നു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് അഥവാ IRGC തങ്ങളുടെ പ്രതിരോധ നടപടികളുടെ 4ാം ഘട്ടം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചതോടെ ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങളുടെ ആകാശം ഇറാന്റെ മിസൈലുകളാൽ ചുവന്നു തുടുത്തിരിക്കുകയാണ്. ഈ ഒരു രൂക്ഷിതമായിട്ടുള്ള പോരാട്ടത്തിൽ ഇറാന് പൂർണ്ണ പിന്തുണയുമായിട്ട് ആഗോള ശക്തിയായിട്ടുള്ള റഷ്യ പരസ്യമായിട്ട് രംഗത്തിറങ്ങിയത് അമേരിക്കയും സഖ്യകക്ഷികളെയും പൂർണ്ണമായിട്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. ആണവ യുദ്ധത്തിന്റെ കനത്ത സാഹചര്യങ്ങളിൽ പോലും ആകാശത്തിരുന്ന് സൈന്യത്തെ തടസ്സമില്ലാതെ നിർദ്ദേശങ്ങൾ നൽകാൻ ശേഷിയുള്ള റഷ്യയുടെ അല്ലെങ്കിൽ റഷ്യൻ സർക്കാരിന്റെ പറക്കുന്ന കമാൻഡ് പോസ്റ്റായ ഡൂംസ്ഡേ എന്ന വിമാനമാണ്, അതായത് ആ ഒരു വിമാനമാണ് ടെഹ്റാനിലേക്ക് വന്നിരിക്കുന്നത്. ഈ ബുഹഷാർ ഉൾപ്പെടെയുള്ള ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്ക കൈവച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിരിക്കുമെന്ന കടുത്ത മുന്നറിയിപ്പ് കൂടിയാണ് റഷ്യ ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് നൽകുന്നത്. ഒരു പുതിയ സൈനിക രഹസ്യ അന്വേഷണ സഖ്യം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ അപ്രമാദിത്വത്തിന്റെ അന്ത്യം കുറിക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. കാരണം ഈ യുദ്ധം ആർക്കും പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അത് കഴിയുന്നില്ല എന്നതല്ല, ആ യുദ്ധത്തെ നിയന്ത്രിക്കാൻ ഇനി ആര് വന്നാലും ശരി തന്നെ, ആര് പിടിച്ചു നിർത്താൻ നോക്കിയാലും ശരി തന്നെ പിന്നോട്ടില്ല എന്ന് പറഞ്ഞ് ഇറാൻ പോവുകയാണ്. അപ്പോൾ ഇറാന്റെ നിലപാട് ഇവിടെ വളരെ നിർണായകമാണ്. റഷ്യ നൽകിയ ഈ ഒരു ശക്തമായിട്ടുള്ള തണലിലാണ് ഇറാന്റെ പിക്കാസ് മൗണ്ടൻ എന്ന ഭൂഗർഭ ആണവ കേന്ദ്രം ആക്രമിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനെ ഇറാൻ സൈന്യം പുച്ഛിച്ചു തള്ളിയത്. കുവൈറ്റിലെ തന്ത്രപ്രധാനമായിട്ടുള്ള അലി അൽ സലീം US താവളങ്ങളിലേക്ക് ഇറാന്റെ അത്യാധുനിക ഡ്രോണുകളും മിസൈലുകളും തുരതുര വലിയ രീതിയിൽ തന്നെ വന്ന് പതിക്കുന്നുണ്ട്. ആക്രമണത്തിൽ അമേരിക്കയുടെ അഭിമാനമായിട്ടുള്ള എപ്പോഴും പറയുന്ന ഈ പേട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനവും തകർന്നിട്ടുണ്ട്. 2 ഹിമാസ് മിസൈൽ ലോഞ്ചറുകളും മിലിറ്ററി ഇന്ധന ടാങ്കറുകളും കത്തി അമർന്നതായിട്ട് IRGC സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അഹമ്മദ് അൽ ജാവർ താവളത്തിലെ FPS സ്ട്രാറ്റജിക് റഡാർ സംവിധാനവും ഇറാന്റെ മിസൈൽ പ്രഹരത്തിൽ തകർന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. അമേരിക്കയുടെയും സഖ്യകക്ഷിയായ UAEയുടെയും സാമ്പത്തിക നട്ടെല്ല് തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകത്തിന്റെ ഊർജ്ജ കവാടമായിട്ടുള്ള ഈ ഹോർമുസ് കടലിടുക്കിന് മേൽ ഇറാൻ ഇപ്പോൾ പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ചരക്ക് കപ്പലുകൾക്കായിട്ട് ഒരുക്കിയ ബദൽ സുരക്ഷിത പാത പോലും വെല്ലുവിളിച്ചാണ് UAEയുടെ 2 വൻകിട എണ്ണ കപ്പലുകൾക്ക് നേരെ ഇറാൻ മിസൈൽ തൊടുത്തുവിട്ടത്. UAEയുടെ ഉടമസ്ഥതയിലുള്ള അൽപംബാസ അൽബഹിയ എന്ന എണ്ണ ടാങ്കറുകൾക്ക് നേരെയാണ് ഇറാന്റെ ക്രൂയിസ് മിസൈലുകൾ ആഞ്ഞടിച്ചത്. ഈ ഹോർമുസ് കടലിടുക്കിൽ വെച്ച് UAE കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ അതിശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണത്തിൽ കപ്പലുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ നാവികൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കൊല്ലപ്പെടുകയും ചെയ്തു. എന്തായാലും അത് ഇന്ത്യയെ വളരെ ഞെട്ടിക്കുന്നതും സങ്കടപരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം പലതവണകളായി ഈ യുദ്ധത്തിൽ നമുക്ക് ഇന്ത്യൻ നാവികരെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് നടന്ന ആക്രമണത്തിലും. അപ്പോൾ നമ്മുടെ പ്രതിരോധ മന്ത്രിയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഞങ്ങളുടെ ആളുകൾ അവിടെ പണിയെടുക്കുന്നുണ്ട്, അവർക്ക് സുരക്ഷ ഒരുക്കണം, അവർക്കെതിരെ വരുന്ന രീതിയിലുള്ള ആക്രമണം നടത്തരുത് എന്ന് നേരത്തെ കടുത്ത ഭാഷയിൽ തന്നെ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യം കൂടി നടന്നിരിക്കുന്നത്. എന്തായാലും അവിടെ പരിക്കേറ്റ 8 പേരിൽ 4 പേർ ഇന്ത്യക്കാരാണെന്നും ഇതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് UAE പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആക്രമണത്തെ തുടർന്ന് UAEയുടെ എണ്ണ കപ്പലുകൾക്ക് തീപിടിക്കുകയും വലിയ നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്തതോടെ ഹോർമുസിലെ ചരക്ക് നീക്കം ഇപ്പോൾ പൂർണ്ണമായിട്ടും നിശ്ചലമായിരിക്കുകയാണ്. ലോക ഊർജ്ജ ആവശ്യത്തിന്റെ 20% കൈകാര്യം ചെയ്യുന്ന ഹോർമുസ് ജലപാത ഇറാൻ അടയ്ക്കുകയും UAE കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തതോടെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണ വില ഒറ്റയടിക്ക് $83 കുതിച്ചുയർന്നിട്ടുണ്ട്. അപകട സാധ്യത കൂടിയതോടെ ഇൻഷുറൻസ് കമ്പനികൾ കപ്പലുകൾക്ക് സുരക്ഷ നൽകാൻ വിസമ്മതിച്ചതും അന്താരാഷ്ട്ര കപ്പൽ കമ്പനികളെ ഈ ഒരു മേഖലയിൽ നിന്ന് പിന്നോട്ട് വലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അമേരിക്കൻ ഉപരോധങ്ങളെയും ഭീഷണികളെയും പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞ് തങ്ങൾ പറയുന്ന പാതയിലൂടെ അല്ലാതെ ഒരു ഒറ്റ കപ്പൽ പോലും കടത്തിവിടില്ല എന്ന ഇറാന്റെ കടുത്ത നിലപാട് ആഗോള വിപണിയിൽ വരും ദിവസങ്ങളിൽ വലിയ പെട്രോൾ ഡീസൽ വില കയറ്റത്തിന് വഴി തുറക്കുമെന്നാണ് കരുതുന്നത്. ഈ ഒരു മഹായുദ്ധത്തിൽ അമേരിക്കയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് ചൈനയുമായി ഇറാൻ പുലർത്തുന്ന തന്ത്രപരമായിട്ടുള്ള ബന്ധം കൂടിയാണ് എന്നുകൂടി പറയണം. ഈ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടിയ ഇറാൻ തങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ സൗഹൃദ രാജ്യങ്ങളായിട്ടുള്ള ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾക്ക് മാത്രമാണ് നിലവിൽ ഈ പാതയിലൂടെ ഒരു സ്വതന്ത്ര സഞ്ചാരം ഉറപ്പ് നൽകിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ
ഉപഭോക്താക്കളായിട്ടുള്ള ചൈനയ്ക്ക് തടസ്സമില്ലാതെ ഇന്ധനം എത്തിക്കുന്നതിലൂടെ അമേരിക്കൻ ഉപരോധങ്ങളെ സാമ്പത്തികമായിട്ട് മറികടക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട്. ഇനി അമേരിക്കയും UAE കടുത്ത സമ്മർദ്ദത്തിലാകുമ്പോഴും ചൈനീസ് കപ്പലുകൾ സുരക്ഷിതമായിട്ട് കടന്നു പോകുന്നത് പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ ചൈന, ഇറാൻ, റഷ്യ അച്ചുതണ്ടിന്റെ കരുത്ത് വിളിച്ചോതുന്നുണ്ട്. ഇതാണ് അമേരിക്കയും ഇസ്രയേലും ഭയപ്പെടുന്നത്. എന്തായാലും UAE കപ്പലുകൾക്ക് നേരെ ഉണ്ടായ മിസൈൽ ആക്രമണവും ഒരു ഇന്ത്യൻ നാവികന്റെ മരണവും ഇന്ത്യ കടുത്ത ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഏത് നിമിഷവും ഇറാൻ മിസൈലുകൾ പതിക്കാവുന്ന ഈ ഒരു അപകട മേഖലയിലേക്ക് ഇൻഷുറൻസ് കമ്പനികൾക്ക് സുരക്ഷാ പരിരക്ഷ നൽകാൻ വിസമ്മതിച്ചതോടെ ആഗോള ചരക്ക് കപ്പലുകൾ കടുത്ത പ്രതിസന്ധിയിലാണ്. എന്തായാലും ഈ ഒരു സംഘർഷം നീണ്ടുപോയി കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വിപണിയിൽ വലിയ രീതിയിൽ തന്നെ വില വർധനവ് കുതിച്ചുയരാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും അമേരിക്ക എത്രയൊക്കെ ഭീഷണിപ്പെടുത്തിയാലും ചൈനയുടെയും റഷ്യയുടെയും പരോക്ഷ പിന്തുണയോടെ തങ്ങൾ തുടങ്ങിയ പ്രത്യാക്രമണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. ഇതാണ് ഇപ്പോൾ യുദ്ധത്തിന്റെ വീണ്ടും വീണ്ടും ഒരു കാഠിന്യം കൂട്ടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം യുദ്ധം ഇപ്പോൾ വേറൊരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. റഷ്യ ഒഫീഷ്യലായിട്ട് ആ ഒരു രഹസ്യ യുദ്ധവിമാനം കൈമാറിയതോടെ അല്ലെങ്കിൽ ടെഹ്റാനിൽ എത്തിച്ചതോടെ ഒരു കാര്യം മനസ്സിലായി, അത്ര പെട്ടെന്ന് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ തീരുമാനിച്ചിട്ടില്ല. രണ്ടിലൊന്ന് കാണണം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ഇനി ഇറാന്റെ തീരുമാനം എന്ന് നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും വലിയൊരു ശാക്തിക ചേരി രൂപപ്പെടുന്നതിലൂടെ അമേരിക്കയ്ക്ക് കനത്ത പ്രഹരമാണ് ഏൽക്കുന്നത്.